നമസ്കാരം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ അറിവുള്ള വിഷയങ്ങൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് വഴി ഒരുപക്ഷെ നഷ്ടപ്പെടുമോ എന്ന സാധ്യതയുള്ള പല കരാറു ജോലികളും വന്നു ചേരുവാനും അത് ഏറ്റെടുക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ മേലധികാരികളിൽ നിന്നും ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളിലും പ്രതീക്ഷിച്ചതിലുപരി നേട്ടം, അനുഭവങ്ങൾ എന്നിവ ഉണ്ടാകും. എന്നാൽ അഹംഭാവം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വ്യവസ്ഥകൾ പാലിക്കുന്നത് വഴി പലപ്പോഴും ഔചിത്യമുള്ള സമീപന ശൈലിയൊക്കെ ഇതിന് ഉപോത്ബലകമായി തീരും. ഈ മാർഗതടസ്സങ്ങളെല്ലാം നീങ്ങുക മാത്രമല്ല, പ്രതീക്ഷിച്ചതിലുപരി എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാൻ ഈ ആഗസ്റ്റ് മാസത്തിൽ സാധിക്കുന്നതുമാണ്. വിദ്യാർത്ഥികൾക്ക് പലർക്കും നിലവിലുള്ള പാഠ്യപദ്ധതി ഇനി തുടർന്ന് പഠിച്ചാൽ ജോലി സാധ്യതകൾ വളരെ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൊഴിലധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരമുണ്ടാകും. എന്നാൽ പ്രതീക്ഷിച്ചതിലുപരി ഫീസ് കൊടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ചിലർക്ക് മാതാപിതാക്കൾക്ക് ധനകാര്യ സ്ഥാപനത്തെ ആശ്രയിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഔദ്യോഗിക തലത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഭാഗം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് പലർക്കും ജോലി സ്ഥലത്ത് താമസിച്ചും കൊണ്ട്, അതായത് ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ഗൃഹത്തിൽ വന്ന് പോകാൻ സാധിക്കുമെങ്കിൽ പോലും കുടുംബാംഗങ്ങളിൽ നിന്നും ഒരു വർഷം വിട്ടു താമസിച്ചും കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശസ്സുകളോടുകൂടിയും അവരുടെ പ്രവൃത്തി പരിചയം നേടിക്കൊണ്ട് ആ ഒരു മേഖലകളെപ്പറ്റി മനസ്സിലാക്കിക്കൊണ്ട് അനുവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ അന്തിമ നിമിഷത്തിലെല്ലാം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പൂർവികമായിട്ടുള്ള സ്വത്ത് അടുത്ത തലമുറയുള്ളവർക്ക്, കുട്ടികൾക്ക് ഭാഗം വെച്ച് നൽകുവാൻ ഒരു തീരുമാനം കൈക്കൊള്ളും. എന്നാൽ ചില മക്കളുടെ അസ്വാരസ്യങ്ങൾ കാരണത്താൽ ഈ ഒരു മാസത്തിലൊന്നും അത് പ്രാവർത്തികമാവുകയില്ല എന്നറിയാം. പക്ഷെ അതിന് തുടക്കം കുറിക്കുവാനും അവരുടെ ആവശ്യങ്ങളും അവരുടെ ആഗ്രഹങ്ങളെ പറ്റിയിട്ടും മനസ്സിലാക്കുവാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. തൊഴിൽ മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് വ്യാപാര വിപണന വിതരണ മേഖലകളിൽ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും അവലംബിക്കുവാനും അതിന് തക്കവണ്ണമുള്ള ജോലിക്കാരെ നിയമിക്കുവാനും അവസരം ഉണ്ടാകുവാൻ ഇടയുണ്ട്. അന്തിമ നിമിഷത്തിൽ വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ജന്മനാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെച്ചും കൊണ്ട് അന്യനാട്ടിൽ തന്നെ ഓണാഘോഷം വിപുലമാക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളും. ഇതിൻ്റെ വെളിച്ചത്തിൽ മാതാപിതാക്കളെയോ രക്ഷിതാക്കളെയോ ജന്മനാട്ടിൽ നിന്നും വികസിത രാഷ്ട്രത്തിലേക്ക് വരുത്തുവാനുള്ള അവസരം ഉണ്ടാകുന്നതുമാണ്. പഠിച്ച വിദ്യയോടനുബന്ധമായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്വല്പം അധ്വാനത്താൽ അത് കാര്യസാധ്യത്തിന് യോഗമുണ്ട്. ജോലിയോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും വേണ്ടിവരും. മറ്റു ചിലർക്ക് മേലധികാരി മറ്റ് ജോലികൾ നേടിപ്പോയതിനാൽ മേലധികാരികളുടെ ചുമതലകളെല്ലാം ഏറ്റെടുക്കുവാനും ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ, ഒരുപക്ഷെ ഈ ഓഗസ്റ്റ് മാസത്തിൽ മാത്രമല്ല, ഇനി ഒരു 10 മാസത്തേക്ക് ഈ ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ഒരു വിഹഗവീക്ഷണം 1-2 മണിക്കൂർ ചുമതലകൾ ഏറ്റെടുക്കാൻ തക്കവണ്ണം ഒരു വിഭാഗം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരുവാൻ ഇടയുണ്ട്. നിലവിലുള്ള ഗ്രഹത്തിൽ ചിലർക്ക് സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകൾ, മറ്റു ചിലർക്ക് വിമ്മിഷ്ടം, വേറെ ചിലർക്ക് പഠിക്കാൻ സാധിക്കായ്ക, വേറെ ചിലർക്ക് പല പ്രകാരത്തിലും അസുഖങ്ങൾ വന്നു ചേരുക, ഉത്സാഹക്കുറവ്, ഇങ്ങനെ ഒരു കുടുംബത്തിൽ പലർക്കും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരം പരിവർത്തനങ്ങൾ നടത്തുവാൻ തയ്യാറാകുവാനിടയുണ്ട്. സ്വല്പം പണച്ചെലവ് അനുഭവപ്പെടും. എന്നാൽ ഒരു മുറി കൂടി സൗകര്യത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അതിൻ്റെ തുടക്കം കുറിക്കാൻ അവസരം ഈ ഓഗസ്റ്റ് മാസത്തിന് യോഗമുണ്ട്. കാർഷികമായിട്ടുള്ള വിളകളിൽ നിന്നും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും.
കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാനും അത് പ്രാവർത്തികമാക്കുവാനും സാധ്യത കാണുന്നു. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. നിക്ഷേപം എന്ന നിലയിൽ ഭൂമി വാങ്ങുവാനുള്ള അവസരം, ഒരുപക്ഷെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുടെ സഹായവും ഇതിന് ഉപോത്ബലകമായി തീരുവാനിടയുണ്ട്. എന്തായാലും രേഖാപരമായിട്ട് തന്നെ ഇതിൻ്റെ രജിസ്ട്രേഷന് പോലും ഈ ഒരു മാസം അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള അപേക്ഷകൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ബന്ധുമിത്രാദികളുടെ ഗുരുതരാവസ്ഥകൾ കണക്കിലെടുത്തുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കുവാനും മനസ്സിലെ പല വിധത്തിലുള്ള ദുസ്സംശയങ്ങളുള്ളതെല്ലാം തന്നെ ദൂരീകരിക്കുവാനും അവസരത്തിന് യോഗം കാണുന്നതുമുണ്ട്. സംഘടിത ശ്രമങ്ങളൊക്കെ നല്ലതാണെങ്കിൽ പോലും ഭാവിയിലേക്ക് സുതാര്യതയുള്ള പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ജനസമ്മതിയും സഹായവും ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ. പുതിയ കൃഷി സമ്പ്രദായം ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഭൂമി പാട്ടത്തിനെടുക്കുവാനും ഒരു കർഷകൻ്റെ സഹകരണത്തോടുകൂടി വിപുലമായുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാൻ ഇടയുണ്ട്. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും. മാസങ്ങളോളം കഴിഞ്ഞ ഒരു വർഷമായിട്ട് പ്രവർത്തിച്ച പല കാര്യങ്ങളിലും ഒരു ക്രമാനുഗതമായുള്ള പുരോഗതി ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ചില ജോലിക്കാരെ മാറ്റി മറ്റ് ചില ജോലിക്കാരെ നിയമിക്കുവാനും ചിലർക്കെല്ലാം തന്നെ പരിശീലനം കൊടുക്കുവാനും സാധ്യത കാണുന്നതുമുണ്ട്. കടം കൊടുത്ത സംഖ്യ തിരിച്ചു ലഭിക്കാൻ അവസരം വന്നു ചേരും. വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നു. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. തണുപ്പ് രാജ്യത്തിൽ നിന്നും മാറി സമശീതോഷ്ണ പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കുവാനുള്ള അവസരം സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും അതിലുപരി ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കുവാൻ പോലും സാധ്യത കാണുന്നതുമുണ്ട്. ഇതാണ് കാർത്തിക നക്ഷത്രം ജനിച്ചവരുടെ ഈ ഓഗസ്റ്റ് മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ പല ദിവസങ്ങളിലും വേണ്ടിവരും. ഒരു പക്ഷേ ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ സമയബന്ധിതമല്ലാതെ തന്നെ പ്രവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ വളരെ നല്ല നിലയിലുള്ള അവധി ലഭിക്കുവാനും കുടുംബാംഗങ്ങളോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനോ പുണ്യതീർത്ഥ ഉല്ലാസ യാത്രകൾക്കോ യോഗമുണ്ട്. എന്നാൽ അമിത വേഗതയുള്ള വാഹനോപയോഗം, അസമയങ്ങളിൽ ഉറക്കൊഴിച്ചിട്ടുള്ള വാഹനോപയോഗമൊക്കെ തീർത്തും ഒഴിവാക്കേണ്ടതുമാണ്. ചിലർക്ക് സാംക്രമിക രോഗങ്ങൾ വന്നു ചേരുവാനോ മറ്റു ചിലർക്ക് ഭക്ഷ്യവിഷബാധ ഏൽക്കുവാനോ സാധ്യതയുള്ളതിനാൽ അവിചാരിതമായിട്ട് 1-2 ദിവസം ആശുപത്രിവാസത്തിനും യോഗമുണ്ട്. സൽക്കർമ്മങ്ങൾക്കും ധർമ്മപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കുവാനിടവരും. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനത്തിൽ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രാരംഭത്തിൽ തടസ്സങ്ങൾ അനുഭവപ്പെടുവാനും പിന്നീട് ഫീസ് അടയ്ക്കുവാനുള്ള നിർദ്ദേശം ലഭിക്കും. എന്നാൽ വിദേശത്തേക്ക് പോകുവാൻ തക്കവണ്ണം പണം സ്വരൂപിക്കുന്നതിൽ വിചാരിച്ച പോലെ നേട്ടം ഇല്ലാത്തതുകൊണ്ട് ജന്മനാട്ടിൽ തന്നെ ഭാവിയിലേക്ക് ഏറ്റവും ജോലി സാധ്യതയുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് മിക്ക വിദ്യാർത്ഥികൾക്കും അനുകൂലം തന്നെ ആയിരിക്കും. സമീപ പ്രദേശത്തുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓണാഘോഷം വിപുലമാക്കുവാനും മംഗളകർമ്മങ്ങളോടുകൂടിയും സൽക്കർമ്മങ്ങളോടുകൂടിയും അതിനെല്ലാം ഉപരിയായിട്ട് ഗീതവാദ്യ നൃത്താദി കലാകായിക മേഖലകളിൽ വളരെ രസകരമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടും മത്സരങ്ങളിലെല്ലാം തന്നെ നേതൃത്വം നൽകിക്കൊണ്ടും മംഗളകരമാക്കി തീർക്കുവാൻ അവസരം ഉണ്ടാകുന്നതുമാണ്. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു.
ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. അധികാരപരിധി വർദ്ധിക്കുന്നതിനാൽ കീഴ് ജീവനക്കാരെ നിയമിക്കാൻ അനുമതി തേടുവാനിടയുണ്ട്. വർദ്ധിച്ചു വരുന്ന ചെലവ് നിങ്ങളുടെ നിയന്ത്രണങ്ങളെ ഏർപ്പെടുത്തുന്നത് വഴി കഴിഞ്ഞ 2 മാസമായി അതിന് തുടക്കം കുറിച്ചിട്ട് ഒരുപക്ഷെ ഈ മാസവും അടുത്ത മാസവും കൂടി കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അതായത് ശമ്പളം കൊടുക്കുവാനായിട്ട്. പക്ഷേ ഒക്ടോബർ മുതൽ ഇതിൽ നിന്നെല്ലാം മോചനം നേടും എന്ന ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെ അഹോരാത്രം പ്രവർത്തിക്കാൻ തീരുമാനിക്കും. കലാകായിക മേഖല പ്രവർത്തിക്കുന്നവർക്ക് പുതിയ വിഭാഗത്തിൻ്റെ പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. മറ്റു ചിലർക്ക് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്കും നിതാന്ത ജാഗ്രതയോടുകൂടി തന്നെ പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ അവസരത്തിന് യോഗമുണ്ട്. കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള ഭൂമിയിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുവാനും അതിൻ്റെ പ്രാരംഭപരമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ എല്ലാം തുടങ്ങും. പക്ഷേ സെപ്റ്റംബർ മാസത്തിലെ തുടക്കം കുറിക്കുവാൻ സാധിക്കുകയുള്ളൂ. വ്യക്തി സ്വാതന്ത്ര്യത്താൽ സ്ഥാപനത്തിന് ഏറ്റവും ഗുണകരമായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനിടവരും. പ്രവർത്തന തലങ്ങളിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ചില ജോലിക്കാർക്കെല്ലാം അസ്വാരസ്യങ്ങളുണ്ടാകുമെങ്കിൽ പോലും ഭാവിയിലേക്ക് പ്രസ്ഥാനം നിലനിൽക്കാൻ ഇങ്ങനെയുള്ള ഒരു പ്രവർത്തന ശൈലി മാത്രമേ നിവൃത്തിയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനുവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കുക, ഒരുപക്ഷെ അവർക്ക് ദൂരദേശവാസം വിദേശവാസം വേണ്ടി വരിക, ഇതിനൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണമുള്ള അവസരങ്ങളൊക്കെ 1 വർഷത്തിന് ശേഷം മാത്രമേ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ. ചിത്രം വര, ശില്പവിദ്യ, കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം തന്നെ അവിചാരിതമായിട്ട് ഈ ഒരു മാസത്തിലും അവസരങ്ങൾ വന്നു ചേരും. ബഹുവിധ ആവശ്യങ്ങൾക്കായിട്ട് അവധിയെടുക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ പോലും അനുവർത്തിക്കുവാൻ ഇടയുണ്ട്. ഉദ്ദേശിച്ച സ്ഥാപനത്തിൽ ഉയർന്ന തസ്തികയോടുകൂടിയ ഉദ്യോഗം ലഭിക്കുമെങ്കിൽ പോലും ചില ജോലിക്കാരുടെ അസ്വാരസ്യങ്ങൾ നിമിത്തം, അവരുടെ സഹകരണക്കുറവ് നിമിത്തം എല്ലാ ചുമതലകളും ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സമ്മാന പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട യാത്രകൾ വേണ്ടി വരുവാനിടയുണ്ട്. ഇച്ഛാജ്ഞാന ക്രിയാശക്തികൾ സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കാനിടവരും. പണം മുതൽ മുടക്കാതെ ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് വഴി ആശ്വാസവും സമാധാനവും അതിലുപരി ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാനും അവസരത്തിന് യോഗം കാണുന്നതുമുണ്ട്. ക്ഷമ, വിനയം തുടങ്ങിയവ ഭാവിയിലേക്ക് ഗുണകരമായി തീരുക മാത്രമല്ല, ഒരുപക്ഷെ മേലധികാരികളുടെ സമീപനമോ അല്ലെങ്കിൽ ഉടമസ്ഥരുടെ സമീപനവും ഇതിന് ഒരു മാതൃകയായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള പല സാഹചര്യങ്ങളും വന്നു ചേരുവാനും അതിൽ ആത്മാർത്ഥമായിട്ട് വളരെ ദീർഘവീക്ഷണത്തോടു കൂടി തന്നെ പ്രവർത്തിക്കാനും അവസരമുണ്ടാകുവാനിടയുണ്ട്. ഇതിൽ ആശയവിനിമയങ്ങളിൽ വളരെ ശ്രദ്ധിക്കുന്നതും ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. വേണ്ടപ്പെട്ടവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കും. അവിചാരിതമായിട്ട് സഹപ്രവർത്തകരോടൊപ്പം പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് അവസരങ്ങൾ വന്നു ചേരും. പ്രശസ്തിയാർന്ന പല സാഹചര്യങ്ങളും വന്നു ചേരുമെങ്കിൽ പോലും അഹംഭാവം ആവുന്നതും ഒഴിവാക്കേണ്ടതാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. നിക്ഷേപ സമാഹരണ യജ്ഞം ലക്ഷ്യപ്രാപ്തി നേടുന്നത് വഴി ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. പലപ്പോഴും മക്കളുടെ നിർദ്ദേശപ്രകാരം
പല കാര്യങ്ങൾക്കും ഏറ്റെടുക്കുവാനും അതിൽ തന്നെ ഒരുപക്ഷെ അവരുടെ ഗൃഹനിർമ്മാണം ആയിരിക്കാം, അവർക്ക് വേണ്ടിയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി യാത്രകൾ വേണ്ടി വരുവാനും അതെല്ലാം തന്നെ അവർ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വിധത്തിൽ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാൻ പോലും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.